ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ദിവസേന ഒരു ചെറിയ എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ബ്യൂട്ടി കുറേ നാൾ കഴിയുമ്പോൾ അത് മനസ്സിലാകും കേട്ടോ. സ്വർണ്ണവും വെള്ളിയൊക്കെ ഇന്ന് നല്ല രീതിയിൽ മൂവ് ചെയ്യാണ് മുകളിലേക്ക്. എനിക്ക് തോന്നുന്നു വെള്ളിയൊക്കെ ഇന്ന് 10-12% ഒരു ദിവസം തന്നെ അപ്പായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 4 ദിവസമായിട്ട് സ്വർണ്ണവും വെള്ളിയും താഴേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ 4 ദിവസം മുമ്പ് ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം ഏകദേശം വെള്ളി 200 ചില്ലുവാനം ശതമാനം അപ്പായിട്ടുണ്ട്. സ്വർണ്ണമാണെങ്കിൽ 100% അപ്പായിട്ടുണ്ട്. അതിനുശേഷം ഒരു സെൽ ഓഫ് വന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ട്രംപ് MTFൻ്റെ മാർജിൻ ഇൻക്രീസ് ചെയ്താണ് ഇങ്ങനെ പെട്ടെന്നൊരു സെൽ ഓഫ് വരാനുള്ള കാരണം. 4 ദിവസത്തെ കറക്ഷന് ശേഷം വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടി മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ദിവസേന 100 രൂപ വരെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. 100 ചെയ്യാം, 200 ചെയ്യാം, 500 ചെയ്യാം, 1000 ചെയ്യാം, 10,000 ചെയ്യാം, 20,000 ചെയ്യാം. ഞാനിത് പറയുന്നത് ദിവസേനയാണ്. എല്ലാ ആപ്ലിക്കേഷനിലും ഈ ഡെയിലി SIP ഉണ്ടാവാറില്ല. എന്നാൽ ആ ഡെയിലി SIP ഉള്ള ഒരു ആപ്ലിക്കേഷനുണ്ട്. അതിൻ്റെ പേരാണ് അസറ്റ് പ്ലസ്. അതുപോലെ ഞാൻ അസറ്റ് പ്ലസിൻ്റെ പാർട്ട്ണറാണ്. ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുമാണ്. നമ്മൾ ഈ ചെറിയ എമൗണ്ട് വെച്ച്, ഫോർ എക്സാമ്പിൾ 100 രൂപ വെച്ചിട്ട് SIP ചെയ്താൽ പോലും നമുക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 100 രൂപ വെച്ച് ചെയ്താൽ ഒരു മാസം ഇൻവെസ്റ്റഡ് ആകുന്ന പൈസ എന്ന് പറയുന്നത് ഏകദേശം 2200 രൂപയാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നില്ല. അങ്ങനെ 30 ദിവസമാണെങ്കിൽ ശനി ഞായർ ഒഴിവാക്കി, അങ്ങനെ 8 ദിവസം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെയുള്ള വർക്കിംഗ് ഡേ എന്ന് പറയുന്നത് 22 ദിവസമാണ്. അതിൽ വേറെ അവധികൾ വന്നാൽ അതും കുറയും കേട്ടോ. അപ്പോൾ ഇത്രയും ചെറിയ തുക ഉപയോഗിച്ച് വളരെ ഡിസിപ്ലിനായിട്ട് ഏതൊരാൾക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ സർക്കാർ നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയ ബെനിഫിറ്റ്. മന്ത്ലി ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യാം. എന്നാൽ ഞാൻ പറയുന്നത്, നമ്മുടെ ചിലവിൽ ഒരു 100 രൂപ എക്സ്ട്രാ നമ്മൾ മാറ്റി വെക്കുന്നു. അത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇടുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഫണ്ട് ഇഷ്ടമുള്ള തുകയ്ക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കൊരു അനുഭവം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ മോട്ടിവേഷൻ ആ അനുഭവമായിരുന്നു. കഴിഞ്ഞ കൊല്ലം എനിക്കും എൻ്റെ ഒരു സുഹൃത്തിനും കൂടെ എറണാകുളത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഞങ്ങളുടെ നാട് വയനാടാണ്. ഇവിടുന്ന് നൈറ്റ് ബസ്സുണ്ട്. ബുക്ക് ചെയ്തിട്ട് പോകാം. രാവിലെ ആകുമ്പോൾ നല്ല കിടന്ന് ഉറങ്ങി എറണാകുളത്തെത്തും. നമുക്ക് ഡ്രൈവ് ചെയ്ത് ഉള്ള ആ ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഞാൻ എറണാകുളത്തൊക്കെ പോകുമ്പോൾ പതിവായിട്ട് അങ്ങനെയാണ് പോകുന്നത്. അപൂർവമായിട്ടാണ് സ്വന്തം ഡ്രൈവ് ചെയ്ത് പോകുള്ളൂ. സ്വന്തം ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. എന്തായാലും ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ബസ്സിന് അങ്ങനെ പോവാണ്. ബസ്സിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ അസറ്റ് പ്ലസിലെ ആപ്പ് തുറന്നിട്ട്, അന്ന് സ്വർണ്ണമൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയം, കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് ഏപ്രിൽ മാസത്തിലൊക്കെയാണ് സ്വർണ്ണം കയറിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഞാൻ വെറുതെ ഒരു 100 രൂപയുടെ ഒരു ഡെയിലി SIP ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സുഹൃത്ത് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഗോൾഡ് നല്ല രീതിയിൽ കയറാൻ സാധ്യതയുണ്ടല്ലോ, പിന്നെ ഒന്നും അല്ലെങ്കിലും ഗോൾഡല്ലേ, അപ്പോൾ എന്തായാലും പല ചിലവുകളൊക്കെ ഡെയിലി ഉണ്ട്, അപ്പോൾ ഒരു 100 രൂപ ഇതിലേക്ക് മാറ്റി വെക്കാമെന്ന് കരുതി അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഭവം അറിയില്ല. ഇതിനു മുമ്പ് അദ്ദേഹം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് മാർക്കറ്റിലും ഇല്ല. അപ്പം ഞാൻ ഇതിൻ്റെ ഏതോ ഒരാളാണെന്നൊക്കെ അറിയാം. എന്നാൽ ഇതിനെക്കുറിച്ചുള്ളൊരു പേടി കാരണമൊക്കെ ആയിരിക്കാം ആ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും അദ്ദേഹം ചെയ്തില്ല. പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കും കൂടെ ഇങ്ങനെയൊന്ന് സെറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനെന്താ. ഞാൻ അപ്പം തന്നെ ഫോൺ വാങ്ങി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത്, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഡെബിറ്റ് കാർഡ് ഉണ്ടായിരുന്നു, KYCയും ചെയ്തു, മാൻഡേറ്റും ചെയ്ത്. ആപ്ലിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തന സജ്ജമായി. മാൻഡേറ്റ് അപ്രൂവ് ആകാൻ ഒരു താമസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അത് അപ്രൂവൽ ആകുമ്പോൾ നമുക്ക് ഡെയിലി SIP സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് അപ്രൂവലായി. അപ്പം ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അത് അപ്രൂവലായപ്പോൾ ഞാൻ ഡെയിലി SIP അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു. എനിക്ക് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് കാണാൻ പറ്റുമെങ്കിൽ ഞാനങ്ങനെ നോക്കാറൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷത്തോടെയാണ് വീട്ടിൽ വന്നത്. കുറച്ച് സീഡ്സൊക്കെ മേടിച്ചിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, അന്ന് ആ ചെയ്തത് വളരെ നന്നായി എന്ന് പറഞ്ഞു. കാരണം എനിക്ക് വിചാരിക്കാത്ത ഒരു റിട്ടേൺ അതിൽ നിന്ന് കിട്ടി. ഞാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, എനിക്ക് ഇത്രയും റിട്ടേൺ കിട്ടി. ഞാനത് വിഡ്രോ ചെയ്തിട്ട് എൻ്റെ ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. പക്ഷേ ഇനി എനിക്ക് കുറച്ച് എമൗണ്ട് കൂട്ടിക്കൊണ്ട് പോകണം, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ അതിനുള്ള സംഭവങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ കാരണം അദ്ദേഹത്തിന് ഒരു സാമ്പത്തിക ഇത് കിട്ടിയില്ല. വലിയ പൈസയൊന്നും അല്ലെങ്കിൽ പോലും അത് എക്സ്ട്രാ കിട്ടിയ ഒരു പൈസയാണല്ലോ. അപ്പോൾ അതാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ പറയുന്നത്, വീഡിയോ കാണുന്ന എല്ലാവരും ദിവസേന നിങ്ങളെക്കൊണ്ട് മാറ്റി വെക്കാൻ പറ്റുന്ന പൈസ ഇത്രയെന്നൊന്നും പറയുന്നില്ല. 100 രൂപയ്ക്ക് 100, 200 എങ്കിൽ 200. അപ്പം ഞാൻ ഡെയിലി SIP
കുറച്ച് കൂടുതൽ തുകയ്ക്ക് ചെയ്യുന്നയാളാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് ഭയങ്കരമായിട്ട് കയറി പിന്നീട് ഇറങ്ങി. അപ്പോൾ ഈ കയറുമ്പോഴും നമ്മൾ വാങ്ങുന്നുണ്ട്, ഇറങ്ങുമ്പോഴും നമ്മൾ വാങ്ങുന്നുണ്ട്. അതായത് നമ്മൾ എല്ലാ ദിവസവും വാങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്ന് പറയും. നമ്മുടെ പ്രൈസ് അവിടെ ആവറേജിങ് ആവും. അങ്ങനെ കുറേ നാൾ പോയി കഴിയുമ്പോഴത്തേനും വില കയറുമോ ഇറങ്ങുമോ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോട്ടെ, നമുക്കൊരു ആവറേജ് പ്രൈസിങ് കിട്ടുകയും അൾട്ടിമേറ്റ്ലി ഈ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ വില കൂടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ചെറുപ്പം മുതലേ സ്വർണം, വെള്ളി അധികം പരിചയമില്ലെങ്കിലും സ്വർണം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അന്നൊക്കെ പറ്റുന്ന പോലെയൊക്കെ കുറേശ്ശെ ആഭരണങ്ങളും മറ്റുമൊക്കെ മേടിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ വില നമുക്ക് അറിയാം. എത്രയോ ചെറിയ വിലയിൽ കിടന്ന ലോഹങ്ങളാണ് ഈ സ്വർണവും വെള്ളിയൊക്കെ. ഇപ്പോൾ എത്രയോ വലിയ വിലയിലാണ് അത് ട്രേഡ് ചെയ്യുന്നത്. വില കൂടിയതുകൊണ്ട് ജ്വല്ലറിക്കാർക്ക് കച്ചവടം പോലുമില്ല. ഇനിയും ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഈ മെറ്റൽസിൻ്റെയൊക്കെ വില എന്തായിരിക്കും? ഇതിൻ്റെ വില കൂടാനാണ് സാധ്യത. വില കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇത് ഇനി ഭൂമിയിൽ ഇങ്ങനെ ഉണ്ടായി വരില്ല. സ്വർണ്ണമൊക്കെ ഞാൻ വായിച്ചതനുസരിച്ചിട്ട് ഏലിയൻ മെറ്റലാണ്, അതായത് പുറത്തുനിന്ന് വന്ന മെറ്റലാണ്. അത് പുതിയതായിട്ട് ഭൂമിയിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ മൈൻ ചെയ്തിട്ടാണ് ഈ മെറ്റൽസ് എടുക്കുന്നത്. സിൽവർ ഒരു ബൈ പ്രോഡക്റ്റ് കൂടിയാണ്, മറ്റ് മെറ്റൽസ് മൈൻ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ബൈ പ്രോഡക്റ്റും കൂടിയാണ്. പണ്ട് മൈൻ ചെയ്യാൻ എളുപ്പമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉപരിതലത്തിനോട് അടുപ്പിച്ച് തന്നെ ഈ മെറ്റൽസ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ ടെക്നോളജി കാര്യങ്ങളൊക്കെ കൂടിയപ്പോൾ ഉപരിതലത്തിനോട് അടുത്തുള്ള മെറ്റൽസൊക്കെ നമ്മൾ ഓൾറെഡി മൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമുക്ക് ഈ മെറ്റൽസ് കിട്ടണമെങ്കിൽ വളരെ താഴ്ചയിലേക്ക് മൈൻ ചെയ്ത് പോകണം. അപ്പം ഞാൻ ഈ ഖനികളുടെ സംഭവമൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായത്, ലോകത്ത് ഏറ്റവും ആഴമുള്ള ഖനി, അവയിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്ന പ്രൊഡക്ഷൻ കുറവാണ്. അത് മൈൻ ചെയ്തെടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് സാമ്പത്തികവും ടെക്നോളജി ആവശ്യമുണ്ട്. മാത്രമല്ല ഭൂമിയുടെ അടിയിലേക്ക് പോകുന്തോറും ചൂട് കൂടും. അതുകൊണ്ട് ഖനിയൊക്കെ ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഒരു തൊഴിലാളിക്ക് ഖനിയുടെ അടിയിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ആഴം കൂടുന്തോറും മൈൻ ചെയ്തെടുക്കാനുള്ള കോസ്റ്റും ബുദ്ധിമുട്ടും കൂടി വരുന്നു. സ്വർണത്തിലും വെള്ളിയിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF നമുക്ക് ധാരാളമുണ്ട്. ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്, സെബി റെഗുലേറ്റഡ് ആണ്. ഈ ETF ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സും നമുക്കുണ്ട്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വലിയ ചാർജുകൾ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ അസറ്റ് പ്ലസിലാണെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒന്നും ചാർജില്ല, AMC ചാർജില്ല. മ്യൂച്വൽ ഫണ്ട് വാങ്ങാനായിട്ട് ബ്രോക്കറേജ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ചെറിയ പൈസയ്ക്ക് വരെയും വാങ്ങുന്നത് റെലവൻ്റ് ആണ്. വലിയ പൈസയ്ക്കും വാങ്ങാം, ചെറിയ പൈസയ്ക്കും വാങ്ങാം. ഏതൊരു സാധാരണക്കാരനും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. മാത്രമല്ല നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഈ പ്രോസസ്സ് എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി സ്വർണത്തിലും വെള്ളിയിലും നേരെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം കുറച്ച് ഇന്ത്യൻ മാർക്കറ്റിലും കുറച്ച് വിദേശ മാർക്കറ്റിലും കുറച്ച് ഗോൾഡിലും കുറച്ച് സിൽവറിലും അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്സ് ഒരുപാടുണ്ട്. അതിലും ഡെയിലി SIP ഉണ്ട്. ഇനി ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ ഡൈനാമിക്കായിട്ട് അലോക്കേഷൻ ചെയ്ത്, അതായത് ഫണ്ട് മാനേജേഴ്സ് തന്നെ അത് അലോക്കേഷൻ ചെയ്ത് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ, വളരെ നല്ല ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ നമുക്കുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ കയറ്റിറക്കങ്ങൾ അനുസരിച്ചിട്ട് വിലയിൽ വ്യത്യാസം വരുമെങ്കിലും ലോങ് ടൈമിലേക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മന്ത്രമുണ്ട്, എത്രയും നേരത്തെ തുടങ്ങുക, അതായത് എത്രയും നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു തുടങ്ങുക, അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ അതിനാണ് SIP ഉള്ളത്. വില ഉയരുകയോ താഴുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, റുപ്പി കോസ്റ്റ് ആവറേജ് എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ആവറേജ് പ്രൈസ് കിട്ടുകയും പിന്നീട് വില മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല ലാഭം കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് എങ്ങനെ ഡെയിലി SIP ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് കാണിക്കുന്ന അസറ്റ് പ്ലസ് ആപ്ലിക്കേഷനിലാണ്. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടുക. ഈ ആപ്ലിക്കേഷനിൽ തന്നെ എൻ്റെ നമ്പർ കാണാൻ പറ്റും. അതിനായിട്ട് ഈ മുകളിൽ വലത്ത് സൈഡിൽ ഇവിടെ ഒന്ന് ഞെക്കിയാൽ മതി കേട്ടോ, ഈ കാർട്ടിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ഇവിടെ മാനേജ്ഡ് ബൈ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ പേര് കാണാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ തന്നെ അക്കൗണ്ടാണ്, അതുകൊണ്ടാണ് മുകളിലും എൻ്റെ പേര് കാണിക്കുന്നത്, മൊബൈൽ നമ്പറും കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക കേട്ടോ. നേരിട്ട് വിളിച്ചാൽ എപ്പോഴും എടുക്കാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ട് വാട്സപ്പ് ചെയ്യുക. ഇനി മാനേജ്ഡ് ബൈ എന്ന ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പേരിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെയും എൻ്റെ മൊബൈൽ നമ്പറും ഇമെയിൽ IDയും കാണാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനും ഇവിടെ കാണാൻ പറ്റും. അതുപോലെ എൻ്റെ ലൈസൻസ് നമ്പറും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഇനി ഞാൻ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമ്മൾ കാണുന്നത്. ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ആദ്യം അക്കൗണ്ട് എടുക്കണം, KYC കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിനുശേഷം ഈ മാൻഡേറ്റ് ചെയ്യണം. അതിനൊക്കെ ഞാൻ സഹായിക്കുന്നതാണ് കേട്ടോ, എനിക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഈ നമ്പർ കൂടാതെ മറ്റൊരു വാട്സപ്പ് നമ്പർ കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.
കാരണം ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് നമ്പറിലും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ പുതിയ ഫണ്ടുകളൊക്കെ നമുക്ക് ന്യൂ ഫണ്ട് ഓഫേഴ്സ് എന്ന ഭാഗത്ത് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ന്യൂ ഫണ്ട് ഓഫേഴ്സിൻ്റെ മോഡിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ പുതിയ NFOs ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഡെയിലി SIP ചെയ്യാനുള്ള മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഓൾ മ്യൂച്വൽ ഫണ്ട്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ കുറേ മ്യൂച്വൽ ഫണ്ട്സും കുറച്ച് ഓപ്ഷൻസും കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ആദ്യം കാണുന്ന കമ്പയർ, അതിൻ്റെ അടുത്ത് തന്നെ 3 ഇയർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 ഇയർ കിട്ടും. ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7 ഇയർ കിട്ടും. ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ കിട്ടും. നേരത്തെ നമ്മൾ കണ്ട NFOs കാണണമെങ്കിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ NFOs ഒക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇനി വീണ്ടും ഈ ഭാഗത്ത് ഓൾ സ്കീംസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ നേരെ താഴേക്ക് വരുമ്പോൾ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നതാണ്. ഞാനിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് റിസ്ക് ലെവൽ അനുസരിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ സോർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സോർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഏറ്റവും മുകളിൽ ലോ എന്ന് എഴുതിയിട്ടുണ്ട്. ലോ റിസ്ക് ഉള്ള മ്യൂച്വൽ ഫണ്ടാണ്. ലോ ടു മോഡറേറ്റ്, പിന്നെ മോഡറേറ്റ്, മോഡറേറ്റ്ലി ഹൈ, പിന്നെ ഹൈ, പിന്നെ വെരി ഹൈ. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇത് 6 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ട്സ് കിട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ലോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ എന്ന് പറയുന്ന താഴത്തുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോ റിസ്ക് ഉള്ള മ്യൂച്വൽ ഫണ്ട്സ് നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇനി വീണ്ടും ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുന്നു. രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള AMCs എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള AMCയുടെ മ്യൂച്വൽ ഫണ്ട്സ് മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സെർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളിപ്പോൾ ടാറ്റ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാറ്റ അസറ്റ് മാനേജ്മെൻറ്റ് ലിമിറ്റഡ്, പിന്നെ ടാറ്റ മ്യൂച്വൽ ഫണ്ട്, SIF, ഇങ്ങനെയുള്ള 3 ഓപ്ഷൻസ് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ ടാറ്റ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ AMC കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ട്സ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ താഴെ ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി ഇങ്ങനെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ നമുക്ക് താഴെ കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളത് ടിക്ക് ചെയ്തിട്ടാണെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ LIC ഇവിടെ എഴുതിയിട്ടുണ്ട്. LICയിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ടാറ്റയുടെ മ്യൂച്വൽ ഫണ്ടും കിട്ടുന്നുണ്ട്. ടാറ്റ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് കിട്ടുന്നുണ്ട്. പ്ലസ് LICയും കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഏതൊരു AMCയുടെയും നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആക്സിസ് നമ്മളിവിടെ കണ്ടു, ടിക്ക് കൊടുത്തു, അപ്ലൈ കൊടുത്തു. ആക്സിസ്, ടാറ്റ, LIC, ഈ 3 നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇനി ഇതെല്ലാം ഒഴിവാക്കണമെങ്കിൽ വീണ്ടും ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ കാണുന്ന റീസെറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം റീസെറ്റ് ആകുന്നതാണ്. ഞാൻ റീസെറ്റ് ക്ലിക്ക് ചെയ്തു. ഇനി അപ്ലൈ കൊടുക്കുക. ഇപ്പോൾ അതെല്ലാം റീസെറ്റായിട്ട് എല്ലാ ഫണ്ടുകളും വരുന്ന കാണാൻ പറ്റും. ഇങ്ങനെ റീസെറ്റ് കൊടുത്തതുകൊണ്ട് തന്നെ ഈ ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ വേറെ ഒരു ചുമന്ന ഒരു ടിക്ക് കാണുന്നില്ല. അത് കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒന്നും കൂടെ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി കാറ്റഗറി വൈസ് ഫണ്ട് വേണമെങ്കിൽ ഈ കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഏത് കാറ്റഗറിയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരേ സമയം ഒന്നിൽ കൂടുതലും സെലക്ട് ചെയ്ത് കൊടുക്കാം. സബ് കാറ്റഗറി വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സബ് കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഷോ ഓൺലി, ഫണ്ട് ടൈപ്പ്, SIP ടൈപ്പ്, ഇതെല്ലാം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫണ്ട് ടൈപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്ന് ഗ്രോത്ത്, രണ്ടാമത്തേത് IDCW. എനിക്കിവിടെ ഗ്രോത്ത് ഓപ്ഷൻ മാത്രം മതി എന്നുള്ളതുകൊണ്ട് ഞാൻ ഗ്രോത്തിൽ ടിക്ക് കൊടുക്കുന്നു, താഴെ അപ്ലൈ കൊടുക്കുന്നു. ഇനി നമുക്ക് കിട്ടുന്ന ഗ്രോത്ത് ഓപ്ഷൻ മാത്രമുള്ള ഫണ്ടാണ്. ഞാൻ താൽക്കാലികമായിട്ട് ഇതിങ്ങനെ ഈ ഗ്രോത്ത് ഓപ്ഷനിൽ നിലനിർത്തുന്നു. ഇനി സോർട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് അനുസരിച്ചിട്ട് ഇപ്പോൾ മിനിമം ടു ലോ അല്ലെങ്കിൽ ലോ ടു ഹൈ, ഇങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാം. ഫണ്ട് സൈസ് അനുസരിച്ചിട്ട് ലോ ടു ഹൈ ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇനി ഫണ്ട് സൈസ് ഹൈ ടു ലോ ഇങ്ങനെയും സെലക്ട് ചെയ്യാം. ഞാൻ നിലവിൽ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല, അത് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ള മ്യൂച്വൽ ഫണ്ട് ലഭിക്കാനായിട്ട് സെർച്ച് സ്കീം എന്ന് പറയുന്ന ഭാഗത്ത് എന്തെങ്കിലും ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടുകൾ ലഭിക്കുന്നതാണ്. ഞാനിവിടെ ഗോൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെല്ലാം ലഭിക്കുന്നതാണ്. 27 സ്കീംസ് നിലവിൽ അവൈലബിൾ ആണ്. ഈ DSV വേൾഡ് ഗോൾഡ് മൈനിങ് ഓവർസീസ് ഇക്വിറ്റി ഓംനി ഫണ്ട് ഓഫ് ഫണ്ട്, ഇത് പലരും കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗോൾഡ് മൈനിങ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് അതിതാണ്. ഇനി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ETF ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി കൊട്ടക്കിൻ്റെ വേൾഡ് ഗോൾഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇൻവെസ്കോയുടെ ഗോൾഡ് ETF ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഇവിടെ കാണാൻ പറ്റും. ആദിത്യ ബിർളയുടെ ഗോൾഡ്, അങ്ങനെ ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഒരുപാട് ETFകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഞാനിവിടെ നേരത്തെ ചെയ്തിരിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നു. അതിനായിട്ട് ഞാൻ ഈ ഗോൾഡ് എന്ന് പറയുന്ന ഭാഗം
മാറ്റിയിട്ട് ഇവിടെ ആക്സിസ് ഗോൾഡ് എന്ന് കൊടുക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത്, കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഡെയിലി SIP ഇതിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ സ്റ്റാർട്ട് SIP എന്ന് പറയുന്ന ഭാഗത്ത് ടിക്ക് കൊടുക്കുന്നു. ഇവിടെ മന്ത്ലി ഡെയിലി എന്ന് നമുക്ക് കാണാൻ പറ്റും. ഡെയിലി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളൊന്ന് ടിക്ക് കൊടുക്കുന്നു. ദിവസേന 50 രൂപ വെച്ച് വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ പോസിബിളാണ്. നമുക്ക് കാണാൻ പറ്റും 50, 100, 200 അങ്ങനെ. എത്ര എമൗണ്ട് ആണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ കൊടുക്കുന്നു. ഇനി താഴെ കണ്ടിന്യൂ ബട്ടൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ടാകുന്നതാണ്. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വേണമെങ്കിൽ ഇന്ന് കൊടുക്കാൻ പറ്റും. പക്ഷേ രണ്ടാമത്തെ തൊട്ടിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പോൾ ഡെയിലി SIP ചെയ്യണമെങ്കിൽ മാൻഡേറ്റ് ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. അപ്പോൾ ഞാൻ SIPകൾ കുറേ ചെയ്യുന്നുള്ളത് കൊണ്ട് മാൻഡേറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാൻഡേറ്റ് ചെയ്യാനുള്ള ലിങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വരും. ഇനി വന്നില്ലെങ്കിൽ വാട്സപ്പ് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ആ ലിങ്ക് ഇവിടുന്ന് അയച്ചു തരാം. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് മാൻഡേറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ എമൗണ്ടൊക്കെയാണ് ചെയ്യുന്നുള്ളൂ എങ്കിൽ UPI ആപ്ലിക്കേഷൻ, ഗൂഗിൾ പേ പോലെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മാൻഡേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡെയിലി SIP ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞ് ഇവിടെ ഡ്യൂറേഷനുണ്ട്. ഈ ഡ്യൂറേഷനിൽ ടിക്ക് കൊടുത്ത് അൺടിൽ ക്യാൻസൽഡ്. ഇപ്പോൾ 6 മാസം മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ 6 മാസം സെലക്ട് ചെയ്യാം. 12 മാസം വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. 18, 1 വർഷം, 2 വർഷം, 8, 10, 15, 20, 25 വർഷം വരെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്താൽ മതിയെങ്കിൽ അൺടിൽ ക്യാൻസൽഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം, സേവ് കൊടുക്കാം. ഇനി രജിസ്റ്റർ SIP എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. നിലവിൽ എനിക്കൊരു ഡെയിലി SIP ഗോൾഡിലും സിൽവറിലും കൂടിയുള്ള ഒരു ഫണ്ടിൽ പോകുന്നുണ്ട്. അത് 1000 രൂപയുടെ SIP ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇത് രജിസ്റ്റർ ചെയ്യുന്നില്ല. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക്, ഞാനിപ്പോൾ ബാക്ക് അടിക്കുകയാണ് കേട്ടോ, SIPs രജിസ്റ്റർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇനി സിൽവർ എന്ന് പറയുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ ഇവിടെ സിൽവറിന് അടിച്ചു കഴിഞ്ഞാൽ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മ്യൂച്വൽ ഫണ്ടുകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഗോൾഡിലും സിൽവറിലും കൂടെയുള്ള മ്യൂച്വൽ ഫണ്ടും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന SIP ഒന്ന് കാണിച്ചു തരാം. നമ്മളിവിടുന്ന് ബാക്ക് അടിക്കുന്നു. ഇവിടെ കാണാൻ പറ്റും മൈ SIPs. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന SIPs കാണാനായിട്ട് പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ അസറ്റ് പ്ലസിൽ ഞാൻ കുറച്ച് SIPs ആണ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഏഞ്ചൽ വൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുണ്ട്. ഏഞ്ചൽ വണ്ണിൻ്റെ ഓതറൈസ്ഡ് പേഴ്സണാണ് ഞാൻ. അപ്പോൾ അതിലും എനിക്ക് SIP ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ എവിടെയോ ഡെയിലി നമുക്ക് കാണാൻ പറ്റും. യെസ്, ഇതാണ് ഞാനിപ്പോൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഡെയിലി SIP, മോട്ടിലാൽ ഒസ്വാൾ ഗോൾഡ് ആൻഡ് സിൽവർ പാസീവ് ഫണ്ട് ഓഫ് ഫണ്ട്. ഇത് ഞാൻ പണ്ട് സ്റ്റഡി ചെയ്താണ്, ഇപ്പോൾ നോക്കിയിട്ടില്ല. പണ്ട് എനിക്ക് തോന്നുന്നു ഗോൾഡിലും സിൽവറിലും കൂടെയുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഒരു SIP ഇവരാണ് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. ഞാനങ്ങനെ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ അതിലിപ്പോൾ SIP ചെയ്തു, ഡെയിലി SIP ചെയ്തു എന്നുള്ളൂ. ഈ ഡെയിലി SIPs നമുക്ക് മാറ്റാനും തിരിക്കാനും ഒക്കെ പറ്റും. ഇവിടെ ഒരു 3 ഡോട്ടുണ്ട്. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ബാക്ക് അടിക്കട്ടെ, ഡോട്ടിലായില്ലെന്ന് തോന്നുന്നു. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ SIP ക്യാൻസൽ ചെയ്യാനായിട്ട്, എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷിന് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ക്യാൻസൽ ചെയ്താൽ മതി, നോ ഇഷ്യൂ. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാതെ ലൈഫ് ടൈം ഞാൻ ഈ ഡെയിലി SIP അങ്ങനെ കൊണ്ടുപോകില്ല, കുറേ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫണ്ട് ഷോർട്ടേജ് വരികയാണെങ്കിൽ, ഈ ഫണ്ടിൽ ചിലപ്പോൾ നല്ല ലാഭം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് പോലും SIP കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം മാർക്കറ്റിൽ കറക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാം. പക്ഷേ ഫുൾ വിഡ്രോ ചെയ്യണമെന്നില്ല, നമുക്ക് പാർഷ്യൽ വിഡ്രോയും നമുക്ക് പോസിബിളാണ്. അത് വേണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇടയ്ക്ക് കുറച്ച് വിഡ്രോ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ വിഡ്രോ ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് സാധിക്കും. അതിനായിട്ട് ഞാനിവിടെ ബാക്ക് അടിക്കുന്നു കേട്ടോ. മൈ SIPs എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ബാക്ക് അടിക്കുന്നു. ഇവിടെ മൈ ഹോൾഡിങ്സ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും, ഇപ്പോൾ 96 ഹോൾഡിങ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നമുക്ക് ഈ ആക്സിസിൻ്റെ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്, അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഈ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 2 ഓപ്ഷൻസ് കാണിക്കും, റെഡീം ആൻഡ് സ്വിച്ച്. സ്വിച്ച് ചെയ്യാനായിട്ടും പറ്റും, ഈ എംസിലുള്ള മറ്റ് ഫണ്ടുകളിലേക്ക് ഇത് സ്വിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ റെഡീം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത്. ഇനി സെലക്ട് ഫോളിയോ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഫോളിയോ കാണിക്കുന്നുണ്ട്, സെലക്ട് ചെയ്യുന്നു. ഇവിടെ റെഡീംഡ് ബൈ എമൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. മൊത്തം റെഡീം ചെയ്യണമെങ്കിൽ റിഡീംഡ് ബൈ ഓൾ യൂണിറ്റ്സ് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിപ്പോൾ 50,000 രൂപ കിടപ്പുണ്ട്. ഇവിടെ നമുക്ക് ഒരു 5,000 രൂപ റിഡീം ചെയ്യണമെങ്കിൽ സിമ്പിളി ഇവിടെ 5,000 ടൈപ്പ് ചെയ്യുക, സബ്മിറ്റ് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു പക്ഷേ ഒരു OTP ചോദിക്കും, ഒരു OTP വരും മൊബൈലിലേക്ക്. ആ OTP കൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റിഡീം ആയി. ഇത്രയേ ഉള്ളൂ. ഇനി 5,000-ന് പകരം 10,000 ആണെങ്കിൽ അതങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിഡീം ചെയ്യാവുന്നതാണ്. അതുപോലെ സ്വിച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ആക്സിസിൻ്റെ ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മോർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത്
സ്വിച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആക്സിസിൻ്റെ ഏത് ഫണ്ടിലേക്കും സ്വിച്ച് ചെയ്യാവുന്നതാണ്. അത് പാർഷ്യലി സ്വിച്ച് ചെയ്യാം, ഫുള്ളി സ്വിച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആക്സിസിൻ്റെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് അല്ലെങ്കിൽ ഗോൾഡ് ഫണ്ട് ഉണ്ട്. ഇത് കണ്ടോ, ഗോൾഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ആക്സിസിൻ്റെ ഗോൾഡ് ഫണ്ട്. അപ്പോൾ ഈ ആക്സിസിൻ്റെ ഈ ഗോൾഡ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നേരെ അത് സെലക്ട് ചെയ്യുന്നു, സെലക്ട് ഫോളിയോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, സ്വിച്ച് ബൈ എമൗണ്ട് ഓർ ഓൾ യൂണിറ്റ്. ഇതെങ്ങനെ വേണമെങ്കിലും സ്വിച്ച് ചെയ്യാം. ഇപ്പോൾ എമൗണ്ട് ആണ് സ്വിച്ച് ചെയ്യുന്നതെങ്കിൽ എമൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്നു, എത്ര എമൗണ്ട് ആണ് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ഒരു 1000 രൂപയാണ് സ്വിച്ച് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 1000 എന്ന് ടൈപ്പ് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഫണ്ടിൽ നിന്ന് ഗോൾഡ് ഫണ്ടിലേക്ക് 1000 രൂപ ട്രാൻസ്ഫർ ആവും. ഇനി ഇത് മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് ഓൾ യൂണിറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫണ്ടിലുള്ള മൊത്തം ക്യാഷും മൊത്തം യൂണിറ്റും വിറ്റിട്ട് ആ മൊത്തം ക്യാഷും ആക്സിസിൻ്റെ ഗോൾഡ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ ഈ വീഡിയോ വഴി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ചെറുതെങ്കിൽ ചെറുത്, ഇപ്പം നിങ്ങൾ 50 രൂപ വരെ ഇവിടെ കണ്ടു. ഒരു ദിവസം ഏറ്റവും ചെറിയ പൈസ 50, 100, 200 നമുക്ക് എത്രയാണോ പറ്റുന്നത് അത് ഗോൾഡിലേക്കോ സിൽവറിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടുകൾ, മൊമെൻറ്റം ഫണ്ടുകൾ, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, മൾട്ടി ക്യാപ്പ്, ഫ്ലെക്സി ക്യാപ്പ്. ഇപ്പോൾ HDFCയുടെ ഫ്ലെക്സി ക്യാപ്പൊക്കെ വളരെ നല്ല ഫണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടുകളിലേക്കൊക്കെ ഇനി അതുമല്ലാതെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ SIP 1-2 മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ ഡെയിലി SIP പോകുന്നുണ്ട്. കൊട്ടക്കിൻ്റെയും DSBയുടെയും ആക്സിസിൻ്റെയും ഒക്കെ വളരെ നല്ല മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്സാണ്. പിന്നെ ICICIയുടെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്, SBIയുടെ എല്ലാം നല്ല ഫണ്ടുകളാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരു ചെറിയ ചെറിയ സംഖ്യ ദിവസേന മാറ്റി വെച്ചാൽ നമ്മൾ പോലും അറിയാതെ അത് വളർന്നു വലുതാവും. അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും, നമുക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഈ ശീലം എല്ലാവരിലും വളർത്തിയെടുത്തു കഴിഞ്ഞാൽ കുറച്ചങ്ങ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക്. അതങ്ങനെയാണത്. കാരണം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ശീലിച്ചു പോയാൽ അപ്പോൾ അതിൽ നിന്നുള്ള റിട്ടേണും മറ്റുമൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ഇൻവെസ്റ്റർ ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേട്ടം മാത്രമേ ഉള്ളൂ. ഇൻഫ്ലേഷനും മറ്റുമൊക്കെ നമുക്ക് സുഖമായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതും വളരെ ലളിതമായ രീതിയിൽ, ഈസി ആയിട്ടുള്ള രീതിയിൽ സമ്പന്നനാകാനായിട്ട് നിങ്ങളെ ഈ വീഡിയോ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അസറ്റ് പ്ലസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ടും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിലെന്തെങ്കിലും തടസ്സമോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലുണ്ട്, നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.